ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം RFDLൽ ഇതുവരെ നടത്തിയ തകർപ്പൻ പ്രകടനത്തിൻ്റെ പല വീഡിയോകളും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സോൺ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് നാഷണൽ സ്റ്റേജിലേക്ക് ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് യോഗ്യത കരസ്ഥമാക്കി. അതുപോലെ തന്നെ നാഷണൽ സ്റ്റേജിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലും തകർപ്പൻ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ഇന്ന് നടന്ന മത്സരത്തിൽ പഞ്ചാബ് FCയെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. ആദ്യം ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ വഴങ്ങി, പക്ഷെ അതിനുശേഷം ശക്തമായ തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സ് നടത്തി 2 ഗോളുകൾ തിരിച്ചടിക്കുകയായിരുന്നു. ആദ്യം ഡാനിയൽ മക്കാക്കമ്യു ഒരു ഗോൾ നേടുകയായിരുന്നു. അതിനുശേഷം അഫ്സലിന്റെ വക ഒരു ഗോൾ പിറന്നു. അങ്ങനെ പഞ്ചാബ് FCയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിരുന്നാലും ഗോളിന്റെ വ്യത്യാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബിനും 23 പോയിന്റ് ആയിരുന്നു. പക്ഷേ +4 ഗോൾ ഡിഫറൻസിൽ ഇപ്പോൾ പഞ്ചാബ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത്. എന്നാൽ സെമിയിലേക്ക് യോഗ്യത കരസ്ഥമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പിള്ളേർ ഇപ്പോൾ. അതായത് സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ബംഗളൂരു FCയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഫൈനലിൽ പ്രവേശിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ തകർപ്പൻ പ്രകടനമാണ് RFDLൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം നടത്തിയിട്ടുള്ളത്. ഗോളുകൾക്ക് പിറകിൽ പോയാലും പിന്നീട് തിരിച്ചു വരാനുള്ള ഒരു മെന്റാലിറ്റി അത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ അമിത് റാണയെ എടുത്തു പറയേണ്ടതാണ്. നല്ല രൂപത്തിലാണ് ടീമിനെ ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.